എല്ലാ കൂട്ടുകാർക്കും മഞ്ജുസ് വേൾഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. മഞ്ജുസ് വേൾഡ് എന്ന യൂട്യൂബ് ചാനൽ കാണുന്ന എല്ലാ കൂട്ടുകാരും നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണം. വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാകുമ്പോൾ ഒരു ലൈക്ക് കൂടി ചെയ്യുക. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് നിങ്ങൾക്ക് കണ്ടപ്പോൾ മനസ്സിലായില്ല. നമുക്ക് തുണി കൊണ്ടുള്ള വീട്ടിൽ ഉപയോഗിക്കാൻ പറ്റിയ ഒരു സ്ലിപ്പർ അങ്ങ് ഉണ്ടാക്കി നോക്കിയാലോ. പഴയ ഒരു ജീൻസ് വെച്ചിട്ടാണ് കേട്ടോ ഇത് ഞാൻ ചെയ്തെടുത്തിരിക്കുന്നത്. അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. വീട്ടിൽ മെഷീനുള്ളവർ നമുക്ക് ഇതുപോലെ ഒന്ന് തയ്ച്ച് നമ്മുടെ മക്കൾക്ക് കൊടുക്കാം, അല്ലെങ്കിൽ നമുക്കും വേണമെങ്കിൽ തയ്ച്ചിട്ട് ഇതുപോലെ വീട്ടിൽ ഉപയോഗിക്കാൻ പറ്റിയ ഒരു സ്ലിപ്പറാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം കേട്ടോ. അപ്പോൾ നമ്മുടെ തുണിയുടെ സ്ലിപ്പർ റെഡിയാക്കാൻ വേണ്ടി ഫസ്റ്റ് തന്നെ നമ്മൾ ചെയ്യേണ്ടത് ഒരു ന്യൂസ് പേപ്പർ എന്തെങ്കിലും എടുക്കുക. എന്നിട്ട് നമുക്ക് നമ്മുടെ ചെരുപ്പിൻ്റെ അളവ് ആദ്യം ഒന്ന് വരച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഇത് ഞാൻ എൻ്റെ മുകളിലെ ചെരുപ്പിൻ്റെ അളവാണ് വരച്ചെടുക്കുന്നത്. ഇതുപോലെ നമുക്കൊരു പേന വെച്ചിട്ട് കറക്റ്റായിട്ട് ഒരു പേപ്പറിൽ ആദ്യം വരച്ചെടുത്തിട്ട് ആ പേപ്പറിൽ അത് കട്ട് ചെയ്തെടുക്കുക. നമുക്ക് നമ്മുടെ സ്ലിപ്പറിൻ്റെ അളവാണ് നമ്മളിപ്പോൾ കട്ട് ചെയ്തെടുക്കുന്നത് ഇതുപോലെ ന്യൂസ് പേപ്പറിൽ. അപ്പോൾ ഇത് കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞതിന് ശേഷം അപ്പോൾ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒരെണ്ണം കട്ട് ചെയ്തെടുത്താൽ മതി. ഇനി നമ്മുടെ ജീൻസ് എടുക്കുക. ജീൻസ് എടുത്തിട്ട് ഇതുപോലെ നേരെ ഇട്ടിട്ട് നമ്മൾ പേപ്പറിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ നമ്മുടെ ചെരുപ്പിൻ്റെ അളവ്, അതെടുത്ത് ഇതുപോലെ നമ്മൾ വെച്ച് കൊടുക്കണം. എന്നിട്ട് ആ പേപ്പറിൻ്റെ ആകൃതിയിൽ തന്നെ കട്ട് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഇപ്പോൾ കട്ട് ചെയ്തെടുക്കുന്ന പോലെ ഇപ്പം നമുക്ക് 2 പീസ് കിട്ടും. ഇത് കട്ട് ചെയ്തെടുക്കുമ്പോഴത്തേന് ഇതുപോലെ ഞാൻ 6 പീസ് എടുക്കുന്നുണ്ട് കേട്ടോ. 6 പീസും കൂടെ വരുമ്പോഴത്തേനും നല്ലവണ്ണം കട്ടിയായിട്ട് വരും കേട്ടോ. അപ്പോൾ 6 പീസ് നമ്മൾ ഇതുപോലെ എടുക്കുന്നത് 2 സ്ലിപ്പറിന് വേണ്ടിയിട്ടാണ്. 3 വെച്ച് തയ്ക്കാനാണ് കേട്ടോ. അപ്പോൾ നല്ല കട്ടിയായിട്ട് കിട്ടും. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ പഴയ ജീൻസൊന്നും വേണമെന്നൊന്നുമില്ല. കട്ടിയുള്ള നല്ല ഡിസൈനൊക്കെ ഉള്ള തുണികളൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലത്തെ നമ്മുടെ തുണി കൊണ്ടുള്ള സ്ലിപ്പർ തയ്ച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ജീൻസിൻ്റെ ഒരു ഭാഗത്തുനിന്ന് കുറച്ച് നീളത്തിൽ തുണി ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അത് നമ്മുടെ സ്ലിപ്പറിൻ്റെ മേൽഭാഗം കവർ ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ടുള്ള തുണിയാണ്. ഞാൻ ആ തുണി 2ആയിട്ട് മടക്കി ഇട്ടേക്കാണ്. അതിൻ്റെ മേളിലേക്ക് നമ്മൾ താഴത്തെ സ്ലിപ്പറിൻ്റെ ആ കട്ട് ചെയ്ത തുണി എടുത്ത് അതിൻ്റെ മേളിലേക്ക് വെച്ചിട്ട് അപ്പോൾ അതിൻ്റെ പകുതിയോളം നിൽക്കുന്ന പോലെ വേണം നമുക്കിനി ഒരു യു പോലെ ആകൃതിയിൽ തുണി കട്ട് ചെയ്തെടുക്കണം. നമ്മുടെ സ്ലിപ്പറിൻ്റെ നമ്മുടെ ഫ്രണ്ട് ഭാഗം കവർ ചെയ്ത് മേൽഭാഗം നിൽക്കുന്ന ആ തുണിയാണ്. അപ്പോൾ യു പോലെ കട്ട് ചെയ്തെടുക്കുന്ന തുണിക്ക് കുറച്ചുകൂടെ വീതി കൂട്ടിയെടുത്തിട്ടുണ്ട്. ഏകദേശം 1 ഇഞ്ചും കൂടെ വീതി കൂട്ടിയെടുത്തിട്ടുണ്ട്. നമ്മൾ താഴത്തെ അളവിനെക്കാട്ടിലും കുറച്ചുകൂടെ കൂട്ടിയാണ് എടുത്തിരിക്കുന്നത്. ഇതുപോലെ കൂട്ടിയെടുക്കണം. ഇത് കണ്ടോ, ഞാൻ കറക്റ്റായിട്ട് അടയാളം ചെയ്തിട്ടാണ് കട്ട് ചെയ്തെടുത്തേക്കുന്നത്. അതിനേക്കാട്ടിലും കുറച്ചുകൂടെ കൂടുതലായിട്ട്. ഇനി ഇതൊന്ന് 2 പീസാക്കണം. അപ്പോൾ ഇത് നമ്മുടെ സ്ലിപ്പറിൻ്റെ മേളിൽ കവർ ചെയ്ത് നിൽക്കുന്ന തുണിയാണ് നമ്മളിപ്പോൾ റൗണ്ടിൽ വെട്ടിയെടുത്തേക്കുന്നത്. ഇത് കണ്ടോ, ഇങ്ങനെ വെച്ച് നമ്മൾ മേളിൽ തയ്ച്ച് കൊടുക്കാനുള്ളതാണ്. അപ്പോൾ അതിൻ്റെ കറക്റ്റ് അളവിൽ ഒരു കാരണവശാലും വെട്ടിയെടുക്കരുത്. അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഈ സ്ലിപ്പറിൻ്റെ ഉള്ളിൽ കാല് ഇട്ട് കഴിയുമ്പോഴത്തേനും നമുക്ക് കാല് വയ്ക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതിനേക്കാട്ടിലും വീതി കൂട്ടിയാണ് നമ്മൾ ആ കവർ ചെയ്ത് നിൽക്കേണ്ട തുണി എടുക്കേണ്ടത്. അപ്പോൾ ഞാനിതാ 3 പീസ് വെച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതാ ഞാൻ നിങ്ങളെ കാണിക്കുകയാണ്. അപ്പോൾ താഴത്തെ അത് നമുക്ക് നല്ല കട്ടി ഇട്ടാനാണ് 3 പീസ് വെച്ചെടുത്തിരിക്കുന്നത്. അപ്പോൾ അത് ഇനി തയ്ക്കണം നമുക്ക്. അപ്പോൾ ആ 3 പീസ് വെച്ച് കറക്റ്റായിട്ട് ആ ഒരു ചെരുപ്പിൻ്റെ ആകൃതിയിൽ തന്നെ ആദ്യം ഒന്ന് സ്റ്റിച്ച് ചെയ്യണം. എന്നിട്ട് പിന്നെ നേരെയായിട്ട് സ്റ്റിച്ചിങ് കൊടുക്കണം കേട്ടോ. കാരണം ഈ 3 പീസും കൂടെ ഒരുപോലെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഇടയ്ക്കൂടെ നമുക്ക് സ്റ്റിച്ചിങ് കൊടുക്കണം.
അപ്പോൾ 2 പീസും ഒരേപോലെ തന്നെ ഇതാ ഒരുപോലെ തയ്ച്ച് വെച്ചിട്ടുണ്ട്. അതിന് ശേഷം കുറച്ച് റെഡ് കളർ തുണി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ചെരുപ്പിൻ്റെ മേൽഭാഗം കവർ ചെയ്ത് നിൽക്കുന്ന തുണിയുടെ അടിയിലിടാനായിട്ട് ലൈനിങ് തുണി ഞാൻ റെഡ് കളറാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് രണ്ടും കൂടെ ഒരുപോലെ വെച്ചിട്ട് അതും ഒന്ന് നേരെ തയ്ച്ചിട്ട് അതിൻ്റെ ആകൃതിയിൽ അതൊന്ന് റൗണ്ടിൽ തയ്ച്ച് വയ്ക്കണം കേട്ടോ. 2 പീസും ഒരുപോലെ തന്നെ ചെയ്യണം. അപ്പോൾ ആ റെഡ് കളർ ലൈനിങ് ഇട്ടിരിക്കുന്നത് ഇച്ചിരി കട്ടി കിട്ടാൻ വേണ്ടിയാണ് കേട്ടോ അങ്ങനെ ഇട്ടിരിക്കുന്നത്. അത് ജീൻസിൻ്റെ എടുക്കാമായിരുന്നു. അപ്പോൾ ജീൻസിൻ്റെ നോക്കിയപ്പോഴത്തേന് എല്ലായിടും ബാക്കി ഭാഗമൊക്കെ പോക്കറ്റൊക്കെ നിൽക്കുന്നു. അപ്പോൾ പിന്നെ ഞാൻ അത് അഴിച്ചെടുത്തില്ല. അപ്പോൾ പിന്നെ ഇതിൻ്റെ ഈ ചെരുപ്പിൻ്റെ ബോർഡറായിട്ട് കൊടുക്കുന്നത് ഈ ഒരു റെഡ് കളറാണ്. അപ്പോൾ പിന്നെ ആ റെഡ് തുണി തന്നെ എടുത്തേച്ച് ലൈനിങ് ആയിട്ട്. അപ്പോൾ അത് ഇതുപോലെ നമുക്ക് ഒന്ന് നേരെ ഒന്ന് വെച്ച് തയ്ച്ചതിന് ശേഷം അതിങ്ങനെ റൗണ്ടിലൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് എക്സ്ട്രാ ഉള്ളതെല്ലാം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റണം കേട്ടോ. ഇതുപോലെ തന്നെ ഒരു പീസ് കൂടെ ഉണ്ട്, അതും അതുപോലെ തന്നെ ചെയ്തെടുക്കുക. ഇനി ഇതിൻ്റെ നീളത്തിൽ അതിൻ്റെ ആ ഒരു ലെവലായിട്ട് നിൽക്കുന്ന ഭാഗത്ത് നമ്മളൊരു പടി പിടിപ്പിക്കുന്നുണ്ട്. ഇതുപോലെ വീതി കുറഞ്ഞ തുണി ആ റെഡ് കളർ എടുത്തിട്ട് അതിൻ്റെ നേരെ വെച്ച് തയ്ച്ചിട്ട് അതൊരു ചെറിയ വീതിയിലൊരു പടിയായിട്ട് കൊടുക്കാൻ പോവുകയാണേ. അപ്പോൾ 2 പീസിൽ ആ റെഡ് കളർ പടിയൊക്കെ പിടിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ചെരുപ്പിൻ്റെ മേൽഭാഗം കവർ ചെയ്ത് നിൽക്കുന്നത് എവിടം തൊട്ടാണോ അവിടം കറക്റ്റായിട്ട് ഇതുപോലെ ആ പീസ് വെച്ചിട്ട് കറക്റ്റായിട്ടൊന്ന് അളവ് ചെയ്യണം കേട്ടോ. നമുക്കൊരു ചോക്ക് എടുത്തിട്ട് ഇതുപോലെ വെച്ച് കഴിഞ്ഞതിന് ശേഷം കറക്റ്റ് എവിടെ നിൽക്കുന്നോ അവിടെ ഒന്ന് കറക്റ്റായിട്ട് ഇതാ പോയിൻ്റ് ചെയ്യണേ. ഇതാ കറക്റ്റായിട്ട് ഇതുപോലെ അളവ് ചെയ്തു. ഇനി എന്നെ ചെയ്യേണ്ടതെന്നറിയാമോ, നമ്മൾ ആ റൗണ്ടിൽ വെട്ടിയെടുത്ത ആ തുണി ഉണ്ടല്ലോ, ആ തുണി നമുക്കൊന്ന് ചെറുതായിട്ട് പ്ലീറ്റ് എടുക്കണം. പ്ലീറ്റ് എടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പ്ലീറ്റല്ല, കുഞ്ഞു പ്ലീറ്റ് എടുക്കണം കേട്ടോ. ഇതാ ഇപ്പം ഞാൻ ഈ ചെറുതായിട്ട് പ്ലീറ്റ് എടുക്കുകയാണേ. നമുക്ക് ഈ പ്ലീറ്റ് എടുക്കുന്ന അറിയത്ത് പോലും ഇല്ല, കാരണം നമ്മൾ ആ താഴത്തേനെക്കാട്ടിലും കുറച്ചുകൂടെ വീതി കൂട്ടിയാണ് ഈ ഒരു കവർ ചെയ്യുന്ന തുണി എടുക്കുന്നത്. അപ്പോൾ നമ്മളത് ചെറിയ പ്ലീറ്റ് എടുത്ത് ആ ഒരു തുണിയുടെ ഒപ്പം ആക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ മേളിൽ കവർ ചെയ്യുന്ന തുണി വീതി കൂട്ടി എടുത്താലേ ശരിയാകത്തുള്ളൂ. കാരണം നമ്മൾ ചെരുപ്പിട്ട് കഴിയുമ്പോൾ വിസ്താരമില്ല നമ്മുടെ കാലിന്, താഴത്തെ ആ ഒരു അളവല്ലല്ലോ മേളിൽ ഇങ്ങനെ വരുമ്പോഴത്തേന്. അതിനാണ് നമ്മൾ ഈ മേളിൽ കവർ ചെയ്ത് നിൽക്കുന്ന തുണിക്ക് കൂടുതലായിട്ട് എടുക്കുന്നത്. അത് കറക്റ്റായിട്ട് ഞാൻ ചെറുതായിട്ട് പ്ലീറ്റ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിങ്ങനെ വെച്ച് നമ്മൾ ആ അടയാളം ചെയ്തില്ലേ അവിടം തൊട്ട് കറക്റ്റായിട്ട് വെച്ചിട്ട് ഇത് റൗണ്ടിലിങ്ങനെ തയ്ച്ച് വെക്കുകയാണ് ചെയ്യുന്നത്. ഇതാ ഇപ്പം ഞാൻ ഈ ചെയ്യുന്ന പോലെ തന്നെ കറക്റ്റായിട്ട് ചെയ്ത് വെക്കണം. അപ്പോൾ ഇതേ പറഞ്ഞ് നമ്മൾ കറക്റ്റായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേപോലെ തന്നെ അടുത്തതും ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ ഈ ചെരുപ്പിൻ്റെ സൈഡിൽ കൂടെ നമ്മൾ റെഡ് കളർ ബോർഡർ കൊടുക്കും കേട്ടോ. അതിന് വേണ്ടി നമുക്ക് ക്രോസ് പീസായിട്ട് തുണി കട്ട് ചെയ്തെടുക്കണം. അതാണ് നമ്മൾ സൈഡിൽ കൂടെ പിടിപ്പിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതേപോലെ തന്നെ അടുത്തൊരെണ്ണവും ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാ രണ്ടും ഞാനിവിടെ ചെയ്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ സൈഡിൽ കൂടെ നമുക്ക് ആ റെഡ് കളറ് തുണി തന്നെ ബോർഡറായിട്ട് കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടി ഇതാ കുറച്ച് ക്രോസ് പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാം ഒന്ന് ജോയിൻറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതുപോലെ 2 പീസ് എടുത്തിട്ട് ഒരുപോലെ വെച്ചിട്ട് അതൊന്ന് ജോയിൻ്റ് എല്ലാം ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമ്മുടെ സ്ലിപ്പർ എടുത്തിട്ട് അതിൻ്റെ നമ്മൾ ഈ താഴെ വശത്താണ് കേട്ടോ ക്രോസ് പീസ് വെക്കേണ്ടത്. അതിൻ്റെ ഒരു സൈഡിലേക്ക് നമ്മുടെ സ്ലിപ്പർ എടുത്ത് വയ്ക്കുക. എന്നിട്ട് റൗണ്ടിൽ ആ ക്രോസ് പീസ് തയ്ച്ചെടുക്കണം. അപ്പം ഞാൻ എങ്ങനെയാണോ ചെയ്യുന്നത് നോക്കിക്കോളൂ, അതേപോലെ തന്നെ ചെയ്തോളൂ.
റൗണ്ടിൽ ഇതാ നമ്മൾ ക്രോസ് പീസ് തയ്ച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമ്മുടെ സ്ലിപ്പറിൻ്റെ നല്ല ഭാഗത്തേക്ക് ആ ക്രോസ് പീസ് ഇതുപോലെ തിരിച്ചെടുക്കണം. തിരിച്ചെടുത്തതിന് ശേഷം ചെറിയ വീതിയിൽ അത് മടക്കിയിട്ട് അതിൻ്റെ മേളിൽ കൂടെ തന്നെ സ്റ്റിച്ച് ചെയ്ത് അങ്ങ് വെക്കുക. അപ്പോൾ നമ്മൾ ഈ ക്രോസ് പീസ് ഇങ്ങനെ മടക്കി കൊടുക്കുന്ന സമയത്ത് ഒരേ വീതിയിൽ തന്നെ മടക്കാൻ ശ്രമിക്കണം കേട്ടോ. പല വീതിയായി പോകല്. ഇതിങ്ങനെ മടക്കുന്ന സമയത്ത് ഒരേ വീതിയിൽ തന്നെ മടക്കി കൊടുക്കണം. അപ്പോഴേ ഉള്ളൂ നമ്മുടെ ആ ഒരു ചെരുപ്പിൻ്റെ ബോർഡറായിട്ട് നമ്മൾ ഈ ഇത് കൊടുത്തിരിക്കുന്ന കാണുമ്പോൾ ഒരു ഭംഗി വരത്തുള്ളൂ. ഒരേ വീതിയിലാണ്. വീതി കുറഞ്ഞു പോകുമ്പോൾ ചിലയിടത്തത് കാണുമ്പോൾ അന്നേരം അതൊരു വൃത്തികേടാകും. അപ്പോൾ ഇത് മടക്കി കൊടുക്കുന്ന സമയത്ത് ഒരേ വീതിയിൽ തന്നെ കൊടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മുടെ സ്ലിപ്പറിൻ്റെ സ്റ്റിച്ചിങ് എല്ലാം കഴിഞ്ഞിട്ട് നോക്കി അടിപൊളിയായിട്ട് കിട്ടിയിട്ടില്ലേ. അപ്പോൾ നമ്മുടെ പഴയ ഒരു ജീൻസ് വെച്ച് നമ്മൾ തയ്ച്ചെടുത്ത നമ്മുടെ സ്ലിപ്പറാണ്. നമുക്കിത് വീട്ടിൽ കൂടെ യൂസ് ചെയ്യാൻ പറ്റിയതാണ്. നമുക്ക് കുട്ടികളുണ്ടെങ്കിൽ കുട്ടികൾക്ക് തയ്ച്ചു കൊടുക്കാം. നമുക്കും ഇത് തയ്ച്ച് വീട്ടിൽ ഉപയോഗിക്കാൻ പറ്റിയതാണ്. അപ്പോൾ ഇത് വീട്ടിൽ മെഷീനുള്ളവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതുവരെ ഇതുപോലെ ഒന്നും ട്രൈ ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുക. അടിപൊളി സൂപ്പറായിട്ട് നമ്മളിവിടെ തയ്ച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ തയ്യലൊന്നും ഒട്ടും അറിയാതെ മേലാത്തവർക്ക് പോലും ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാനായിട്ട് പറ്റും. എനിക്കിത് ചെയ്യാൻ സാധിച്ചെങ്കിൽ നിങ്ങൾക്കും അത് ചെയ്യാനായിട്ട് സാധിക്കും. ഞാൻ ഇതിനു മുമ്പ് ഇതുപോലെ സ്ലിപ്പറൊന്നും തയ്ച്ചിട്ടുള്ളതല്ല. ഞാനും ആദ്യമായിട്ട് ട്രൈ ചെയ്ത് നോക്കിയതാണ്. ഇത്രയും നന്നായിട്ട് കിട്ടിയപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. നമുക്ക് സ്വന്തമായിട്ട് നമ്മൾ തുണിയിലാണെങ്കിൽ പോലും നമ്മൾ ഇതുപോലെ ഒരു സ്ലിപ്പർ തയ്ച്ചെടുത്തല്ലോ എന്നുള്ളൊരു സന്തോഷം നമുക്കുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാ കൂട്ടുകാരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. നാളത്തെ നല്ലൊരു വീഡിയോയുമായി വീണ്ടും വരുന്നവരെ എല്ലാവർക്കും